വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്നൊരു ബ്ലോഗാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് മാറിയ വിശേഷങ്ങളൊക്കെ എൻ്റെ തൊട്ട് മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ താമസിക്കാൻ വേണ്ടി ഇവിടെ ജർമ്മനിയിൽ കണ്ടുപിടിച്ച ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ കാണാത്തവർ. അപ്പോൾ ഇന്ന് എൻ്റെ പുതിയ വീട്ടിൽ ഞാൻ എടുക്കുന്ന ആദ്യത്തെ ബ്ലോഗാണ്. ഈ വീട് ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിലായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഏകദേശം ഒരു 1 to 2 months ആയിട്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇടാൻ പറ്റിയിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് കണ്ടുപിടിക്കാനായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു. അതിൻ്റെ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഏട്ടനാണെങ്കിലും ഇവിടുത്തെ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ടെൻഷൻസ് വേറെ. എനിക്ക് എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞു, എൻ്റെ ഫസ്റ്റ് സെമ്മിൽ എക്സാം കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടും വന്നു. ഞാൻ പാസ്സായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെയും കൂടി സന്തോഷത്തിലാണ് ഞാനിന്ന് ഈ ബ്ലോഗിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാനും ഏട്ടനും കൂടെ വുപ്പർട്ടൽ എന്ന് പറയുന്ന ഇവിടുത്തെ ജർമ്മനിയിൽ തന്നെയുള്ളൊരു സ്ഥലത്ത് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 hours, ഈ പാഡർബോണിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 hours ട്രെയിനിന് പോകാനുള്ള ദൂരമാണ് ആ സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു ട്രിപ്പ് പോകണം, ചെറിയൊരു ട്രിപ്പ് പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് സാറ്റർഡേയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങളപ്പോൾ ഇന്ന് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ കമോൺ ഗൈസ്. ഞാനപ്പോൾ ഈ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് കുഞ്ഞു ചേഞ്ചസ് ഒക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ആ തൊട്ട് മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബ്ലോഗിൽ എന്തൊക്കെയാണ് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തിയേക്കണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ളൊരു പാർക്കാണ് കേട്ടോ. പൊതുവേ രാവിലെ സമയത്ത് ഇവിടെ കുറേ പേരൊക്കെ നടക്കാനും അതുപോലെ തന്നെ സൈക്ലിങ്ങിനും ഒക്കെ വരാറുള്ളതാണ്. ഇന്നെന്തോ ആരെയും കാണാനില്ല. ഈ കാണുന്നത് ഒരു പൂജാമുറി സെറ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ. ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഫ്രണ്ട് ഏരിയ. അവിടെ ഇങ്ങനത്തെ കുറച്ച് ആക്സസറീസും ഒരു വെൽക്കം ഹോം ബോർഡും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവരൊരു കബേർഡ് തന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇവിടെ ഇരുന്നിരുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ഞാൻ ചെരുപ്പുകളും ബൂട്ടുകളും ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിൻ്റെ അകം ഒന്ന് കാണാം കേട്ടോ. ഈ ഇരിക്കുന്ന റെഡ് കളർ ക്യാൻഡിൽസും ഈ കുഞ്ഞു പപ്പാഞ്ഞീനെ ഞാൻ തൊട്ട് മുന്നത്തെ ക്രിസ്മസിന് 2-3 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ പുതിയ കട്ടിലും ബെഡും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡും ഞങ്ങൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോ എനിക്ക് അമ്മ ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ. അത് January 4th ഞങ്ങളുടെ ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഏട്ടൻ വന്ന സമയത്ത് അമ്മ ഏട്ടൻ്റെ കയ്യിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ടിരുന്നതായിരുന്നു. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ കട്ടിലിനും ബെഡിനും കൂടെ ഞാൻ എത്രയാണ് സെക്കൻഡ് ഷോപ്പിൽ പേ ചെയ്തതെന്ന്. ഈ കട്ടിലിനും ബെഡിനും ഈ സൈഡിലിരിക്കുന്ന സ്റ്റാൻഡിനും കൂടെ ഞാൻ 120 euro ആണ് പേ ചെയ്തത്. ഇനി നമുക്ക് അടുക്കളയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞാൻ ധൃതി പിടിച്ച് രാവിലെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്തായാലും ഈ സമയത്തിനുള്ളിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ പെട്ടെന്നൊന്ന് ഈ കിച്ചണിലും കൂടെ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കണമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്താണ് കേട്ടോ ഞാൻ എൻ്റെ കത്തി സാധനങ്ങളൊക്കെ വയ്ക്കാറ്, കയ്യിലും സംഭവങ്ങളൊക്കെ വയ്ക്കാറ്. പിന്നെ ഇതിൽ ഞാൻ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ഡിഷ് വാഷർ ഉണ്ട് ഇവിടെ എന്നുള്ളത്. അതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇതാണ് നമ്മളുടെ അടുക്കള. പിന്നെ ഞാൻ ഇവിടെ ഈ ഡ്രോയറിൽ പൊടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ മല്ലിപ്പൊടി, മുളക് പൊടി സാധനങ്ങളൊക്കെ ഈ ഡ്രോയറിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇത്രയുമാണ് ഞാൻ എൻ്റെ പുതിയ കിച്ചണിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് സമയം കളയാതെ വേഗം രാവിലത്തെ ചായ കൂടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേഗം വുപ്പർട്ടലിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പുട്ടും ചിക്കൻ കറിയും കൂടെ റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ 10 മണിയാകുമ്പോഴേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങാം. പിന്നൊരു കാര്യവും കൂടി പറഞ്ഞോട്ടെ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ വന്നിട്ട് ജർമ്മനിയിലേക്ക് വരുന്നതിനെ പറ്റിയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ എന്നോട് ചോദിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എല്ലാവർക്കും ആൻസർ ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഞാനൊരു Q&Aയും കൂടെ പ്ലാൻ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇങ്ങനത്തെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്നത് പറഞ്ഞോട്ടോ. ഞാനൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ പ്ലാൻ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ കറി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടും സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ.
ഗൈസ്, അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഈ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇട്ടത്. പുറത്ത് ഏകദേശം അങ്ങനെ ഭയങ്കര തണുപ്പില്ല, എന്നാലും ഒരു 3 ഡിഗ്രി ഒക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇടുന്നതുകൊണ്ട് അത്രയും പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പാഡർബോൺ HBFിലേക്കാണ് പോകുന്നത്. പാഡർബോൺ HBFിൽ നിന്ന് നമ്മൾ നേരെ ഡോട്ട്മുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറൊരു ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന വുപ്പർട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ വരൂ. അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ കയറി വേറൊരു സ്ഥലത്ത് ചെന്നിറങ്ങി അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷൻ എത്തിയിട്ട് കാണാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ജേർണി മൊത്തം ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. പക്ഷേ ഇതിൽ കുറവ് ടൈമിൽ പോകുന്ന ട്രെയിനുകളുണ്ട്. ഞങ്ങൾ ഇന്ന് അധികം പ്ലാൻഡ് അല്ലാത്തൊരു ജേർണി ആയതുകൊണ്ട് ട്രെയിനും കാര്യങ്ങളൊന്നും നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കി വെച്ചിരുന്നില്ല. പെട്ടെന്ന് ക്വിക്കായിട്ട് പ്ലാൻ ചെയ്തിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ട്രെയിനിന് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ട്രെയിൻ നോക്കി കുറച്ച് സമയത്തിൽ തന്നെ എത്തുന്നത് നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളപ്പോൾ അടുത്ത ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ടൈം കൊണ്ട് ഞാൻ മെക്ഡൊണാൾഡ്സിൽ നിന്ന് 2 ബർഗറും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ കഴിച്ച ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ ദഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം പോയി ബർഗർ വാങ്ങിച്ച് അത് ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ രണ്ടാമത്തെ ട്രെയിനിൽ കയറിയപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കയറിയപ്പോൾ ഞങ്ങൾക്കൊരു ഇടുങ്ങിയ സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞൊരു 2-3 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സീറ്റിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഈ ജർമ്മനിയിൽ പാഡർബോണിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പല സ്ഥലത്തേക്കും ഞാൻ ട്രെയിനിൽ തന്നെയാണ് ട്രാവലൊക്കെ കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രെയിനിലെ സീറ്റിലിരുന്ന് ഇതിൻ്റെ പുറത്തെ ഭംഗി കാണുക എന്നുള്ളതാണ്. പാഡർബോണിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും കുറേയൊക്കെ ഈ ഹില്ലി ഏരിയാസ് പോലത്തെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ട്രെയിനിൽ നല്ല ഭംഗിയാണ് ശരിക്കും അത് കാണാനായിട്ട്. ഇപ്പം നമ്മുടെ വിൻ്റർ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. പക്ഷെ ശരിക്കും നമ്മളുടെ വിൻ്റർ ടൈമിൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഈ സ്ഥലങ്ങൾ മുഴുവൻ ഇങ്ങനെ സ്നോയിൽ മുങ്ങിക്കിടക്കും. അത് കാണാനായിട്ടൊരു വേറെ തന്നെ ഭംഗിയാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഓൾട്ടൻ ബക്കൻ വ്ളോഗ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഈ മലകൾ ഫുള്ളിങ്ങനെ മഞ്ഞിൽ മൂടി കിടക്കുന്ന ഈ ട്രെയിനിൽ നമുക്കിങ്ങനെ പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. ഞാനിങ്ങനെ പല ട്രാവൽ ബ്ലോഗേഴ്സും അവരുടെ ബ്ലോഗുകളിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുമ്പോഴാട്ടോ ഇങ്ങനെ മഞ്ഞിൽ മൂടിയിട്ടുള്ള മലകളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വിൻ്റർ ടൈമിൽ ഞാൻ ലോക്കൽ ട്രെയിൻസിൽ വരെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മഞ്ഞിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ വുപ്പർട്ടലിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വുപ്പർട്ടലിൽ ചൂസ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പാഡർബോണിൽ നിന്ന് അധികം ദൂരം ട്രാവൽ ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാട്ടോ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഷ്വേബെ ബാനാണ്. ഷ്വേബെ ബാൻ എന്താ സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ഇവിടുത്തെ സൂ ആണ്. ഏകദേശം 4500+ അനിമൽസ് ആണ് കേട്ടോ ഇവിടുത്തെ സൂവിലുള്ളത്. ഞങ്ങൾ എന്തായാലും ഇന്ന് സമയക്കുറവ് കൊണ്ട് നമ്മൾ സൂ കാണാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിന്ന് സ്പെസിഫിക്കലി ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇത്രയും ദിവസത്തെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുപ്പർട്ടലിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഐറ്റിനറിയും സംഭവങ്ങളും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊന്നും അല്ല വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവാൻ പറ്റുന്നിടത്തോളം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക, ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ദിവസം ഒന്ന് എൻജോയ് ചെയ്യുക, തിരിച്ച് വീണ്ടും പാഡർബോണിലേക്ക് പോവുക. അത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് വുപ്പർട്ടൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കൂടെ ആണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബാൻ ഓഫിൻ്റെ പുറത്ത് നമ്മൾ എത്തുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ കാട്ട പ്രിമാർക്ക് കാണാം. എൻ്റെ കണ്ണ് ആദ്യം തന്നെ ഉടക്കിയത് അതിൻ്റെ അകത്താട്ടോ. എനിക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഭയങ്കര സ്ട്രെസ് റിലീഫാണ് എനിക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അത് നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്രിമാർക്കിൽ കയറണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ഈ ഷ്വേബെ ബാൻ്റെ റെയിൽവേ സ്റ്റേഷനാട്ടോ. ഈ ഷ്വേബെ ബാൻ എന്താണെന്നുള്ളത് ഇത് ഇപ്പോൾ വരും, ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഈ സിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ളൊരു സിറ്റി ആട്ടോ. ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പാഡർബോൺ പോലെയല്ല, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സിറ്റി തന്നെയാണ് വുപ്പർട്ടൽ. ഷ്വേബെ ബാൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഒരാൾ വയലിൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും അപ്പോൾ അത് കുറച്ചു നേരം നോക്കി നിന്നായിരുന്നു കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം പുള്ളിക്കാരൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ ഷ്വേബ് ബാനിൽ കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഈ ഷ്വേബ് ബാൻ എന്ന് പറയുന്നത് ഒരു മോണോ റെയിൽ സിസ്റ്റമാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1881 കേട്ടോ. ഇത് വേൾഡിലെ ആദ്യത്തെ മോണോ റെയിൽ സിസ്റ്റം ആണെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ഷ്വേബ് ബാൻ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഒരു ട്രെയിനിൻ്റെ ബോഗി തലകീഴായിട്ട് വെച്ചിട്ട് ഓടുന്നത് പോലത്തെ ഒരു രീതിക്കാണ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത്. വുപ്പർട്ടലിലെ ആൾക്കാർ ഇത് ഇവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ജർമ്മനിയിൽ നമ്മൾ എല്ലായിടത്തും ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന DB ടിക്കറ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും. DB ടിക്കറ്റിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം കേട്ടോ. നമുക്ക് ജർമ്മനിയിൽ 58 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു DB ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ DB ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ജർമ്മനി ഫുള്ളും ഫ്രീ ആയിട്ട് ബസ്സുകളിലും ട്രെയിനുകളിലും ട്രാമുകളിലും ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് തൊട്ടടുത്തുള്ള ചില രാജ്യങ്ങളിലെ പല ബാൻ ഓഫുകൾ വരെയും അതുപോലെ തന്നെ ചില ബസ്സുകളിലും ഒക്കെ നമുക്ക് ഈ DB ടിക്കറ്റ് യൂസ് ചെയ്ത് പോവാം കേട്ടോ. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ എടുത്തിട്ട് വേണം അത് പോകാനായിട്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് DB ടിക്കറ്റ് യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല. ബട്ട് ഈവൻ ദോ നമുക്ക് ഓസ്ട്രിയ, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ് തുടങ്ങി പല ബാൻ ഓഫുകളിലും അതുപോലെ തന്നെ അവിടുത്തെ ബസ്സുകളിലും ഒക്കെ ചിലതിലൊക്കെ നമുക്ക് ഈ DB ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഈ 58 യൂറോ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് 1 month ആണ് കേട്ടോ ജർമ്മനി ഫുള്ളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. വേറെ പേയ്മെൻ്റ് ഒന്നും നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരില്ല. ഈ 58 യൂറോയുടെ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ജർമ്മനിയിലെ ഏത് ട്രെയിനിലും ട്രാമിലും അതുപോലെ തന്നെ ബസ്സുകളിലും ഇത് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ഒരു മാസം ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഷ്വേബ് ബാൻ വുപ്പർട്ടലിൽ പണിയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ കുറേ പുഴകളും അതുപോലെ തന്നെ മലകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വരുന്ന സമയത്ത് ഈ പുഴകളെയും മലകളെയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാട്ടോ ഇവരിത് കണ്ടുപിടിച്ചത്. അതായത് ഈ നാട്ടിലെ നാച്ചുറൽ റിസോഴ്സസിനെ ഒന്നും തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇവർക്ക് എങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഈ സംഭവം, അതായത് നമ്മുടെ ഷ്വേബ് ബാൻ ഡെവലപ്പായിട്ട് വന്നത്. എനിക്ക് ശരിക്കും ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്ത് നമുക്ക് ഇരിക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് ഈ വ്യൂ മൊത്തം കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ DB ടിക്കറ്റ് ഉണ്ടെങ്കിലും ആരും അത് ചെക്ക് ചെയ്യാനൊന്നും വരുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പാഡർബോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ കയറുമ്പോൾ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ടിക്കറ്റ് ചെക്കേഴ്സ് വന്നിട്ട് നമ്മുടെ DB ടിക്കറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഷ്വേബ് ബാൻ്റെ അകത്തുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും പരിപാടികളൊക്കെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാനിരിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് സീറ്റിലാണ്. ഇവിടെ നിന്ന് എനിക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷ്വേബ് ബാനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സൂ സ്റ്റേഷനിൽ ഇറങ്ങിയായിരുന്നു. വെറുതെ ഇറങ്ങിയതാട്ടോ, വെറുതെ ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്കും കൂടെ ശരിക്കും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഇറങ്ങിയതാണ്. പിന്നെ നമുക്കിന്ന് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ ഇറങ്ങി എല്ലാ സ്റ്റേഷൻസിലും എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് ഒരു ഇത്തിരി നേരം അവിടെ നടന്ന് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ബാനിൽ തന്നെ നമ്മൾ കയറിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുക. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നേരം ഷ്വേബ് ബാനിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങളതേ വീണ്ടും തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് തന്നെ വന്നു. കാരണം അവിടെയാണ് ഞങ്ങൾ അത്യാവശ്യം നല്ല കടകളും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള ഐഡിയയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഞാൻ നേരത്തെ വന്നപ്പോൾ പ്രിമാർക്ക് ഇവിടെ കണ്ടിട്ടുണ്ടായല്ലോ, അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പ്രിമാർക്കിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഇവിടെ നമുക്കൊരു ടെഡിയുടെ ഷോപ്പ് കാണാം. ഇത് നമുക്ക് പാഡർബോണിലും ഉണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ള എല്ലാ ഷോപ്സും നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പ്രിമാർക്കിൻ്റെ അകത്തേക്ക് നടക്കുവാണേ. അങ്ങനെ പ്രിമാർക്കിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റവയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചെറുതായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്.
ഞങ്ങൾക്ക് ഇവിടുന്ന് എസ്എനിലേക്കാണ് കേട്ടോ ട്രെയിൻ ഇപ്പോൾ കിട്ടുന്നത്. എസ്എനിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് പാഡർബോൺ HBFിലേക്കുള്ള ട്രെയിൻ എടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ദേ റെയിൽവേ സ്റ്റേഷനിൽ എസ്എനിലേക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. സമയം വൈകുന്നേരം 5:53 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ് കേട്ടോ. എനിക്കറിയാം ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വൂപ്പർട്ടലിലേക്ക് വന്നത്. അതെന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കംപ്ലീറ്റ്ലി നടപ്പാക്കാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഡേ വന്നു. അതിലിരുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ട്രെയിൻ ഡേ ഇപ്പോൾ പാഡർബോൺ HBFിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വൂപ്പർട്ടൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു ഗൈസ്.